The world champion has broken the Mercedes pole streak. അങ്ങനെ വേൾഡ് ചാമ്പ്യൻ ലാൻഡോ നോറിസ് ഈസ് ഓൺ പോൾ ഇൻ ഹംഗറി ആൻഡ് ഹി ട്രൂലി ഡിസേർവ്സ് ദാറ്റ്. കാരണം 2-3 വീക്കെൻഡ്സിലായിട്ട് നല്ല പ്രോമിസിംഗ് പെർഫോമൻസ് ആണ് ലാൻഡോ കാണിക്കുന്നത് ആൻഡ് ഹി ട്രൂലി ഡിസേർവ്സ് ദാറ്റ്. പ്ലസ് ചെറിയൊരു ഭാഗ്യം കൊണ്ട് ഉണ്ടായിരുന്നു. Q3 ഫൈനൽ റണ്ണിന് ഇറങ്ങാൻ നേരത്ത് പിറ്റ് ലൈനിൽ ഹൾക്കൻബർഗ് കാരണം ചെറിയ ഡിലേ പിയാസ്ട്രിക്ക് നോറിസിന് വന്നു. അതുകൊണ്ട് പിന്നീട് യെല്ലോ ഫ്ലാഗ് വന്നപ്പം അത് നോറിസിനെ ബാധിച്ചിട്ടില്ല. ദാറ്റ് ഹാസ് സ്ലൈറ്റ്ലി ഹെൽപ്പ്. പക്ഷേ വളരെ സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടാണ് നോറിസ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പോൾ കിട്ടിയതും ആൻഡ് ഹി ട്രൂലി ഡിസേർവ്സ് ദാറ്റ്. മക്ലാരൻ സ്ലോലി നല്ല ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട് ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് സൈൻ. അനദർ വീക്കെൻഡ് അനദർ പെനാൽറ്റി ഫോർ ഹാമിൽട്ടൺ. ആദ്യം ഫെറാറിയെ പറ്റി പറയാൻ നല്ല പേസ് അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ട്രാക്കിലെ ഡോമിനന്റ് കാർ ഫെറാറിയാണ്. പക്ഷേ Q3 ഫൈനൽ റണ്ണിൽ 2 കാസിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് ഹാമിൽട്ടന് 3 പ്ലേസ് പെനാൽറ്റി കിട്ടി. ഹാമിൽട്ടൺ ആ പെനാൽറ്റി കിട്ടാൻ കാരണം ഫുൾ ഫെറാറിയുടെ മിസ്റ്റേക്ക് ആണ്. കാരണം അവർ പ്രോപ്പർലി ടീം റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഹാമിൽട്ടനോട്, അതായത് പുറകിൽ പിയാസ്ട്രി ഹോട്ട് ലാപ്പിലുണ്ടെന്ന്. സോ ഹാമിൽട്ടൺ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഹാമിൽട്ടൺ പിയാസ്ട്രി ഇമ്പീഡ് ചെയ്തു ആൻഡ് ഹി ഗോട്ട് എ 3 പ്ലേസ് കിറ്റ് പെനാൽറ്റി. പക്ഷേ ദേ ഹാവ് ഗുഡ് പേസ് ആൻഡ് ലെക്ലെയർ ഹി ഡ്രോ വെരി വെൽ. പോൾ അടിക്കാനുള്ള ഒരു സാധ്യതയും 2 മെഴ്സിഡീസും കാണിച്ചിരുന്നില്ല. അവർക്ക് ഗ്രിപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഗ്രിപ്പ് ഒട്ടും ഇല്ലായിരുന്നു 2 കാസിന്. പ്ലസ് അവരുടെ ക്വാളിഫയിങ് സെറ്റപ്പ് ഒട്ടും ഹെൽപ്പിംഗ് അല്ലായിരുന്നു. പിന്നെ കെമിക്ക് 3 പ്ലേസ് ഗ്രിപ്പ് പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. അത് യെല്ലോ ഫ്ലാഗിൽ ത്രോട്ടിൽ നിന്ന് കെമി കാലെടുത്തെങ്കിലും അത് ഏർലി ആയിപ്പോയി. അത് ഏർലി ആയി പോയതുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റ് നടന്ന സെക്ടറിൽ ആ മിനി സെക്ടറിലേക്ക് എത്തിയപ്പോഴും അവിടെ ഉണ്ടായിരിക്കേണ്ടതിനേക്കാൾ 3 km/h കൂടുതൽ വേഗത കെമിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കെമിക്ക് പെനാൽറ്റി ഇട്ടത്. കമ്മിങ് ടു ജോർജ് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ട്രേറ്റിൽ ഇപ്പോഴും ജോർജും കെമിയും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആ ഇഷ്യൂ അവർ സോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലസ് എനിക്ക് തോന്നുന്നു കർബിൽ കയറിയപ്പം തട്ടിയിട്ടായിരിക്കും പവർ യൂണിറ്റിന് ബ്രേക്ക് വന്ന് വാട്ടർ ലീക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ടയറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. കാരണം വാട്ടർ ലീക്ക് ചെയ്ത് ടയറിലേക്ക് പോയി കാണണം. അതുകൊണ്ട് ഒരു ക്രാഷ് ഒഴിവാക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നാളെ പുതിയ പവർ യൂണിറ്റ് റേസിൽ ജോർജ് യൂസ് ചെയ്യുന്ന മെഴ്സിഡീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. റെഡ് ബുളിൻ്റെ കാര്യത്തിൽ 2 കാഴ്ചനും ബാലൻസും ഗ്രിപ്പും സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ Q2 ഹാജർ സ്പിൻ ഓഫ് ചെയ്ത് പോകുന്ന നമ്മൾ കണ്ടു ആൻഡ് Q3 ലാസ്റ്റ് മാക്സും സ്പിൻ ചെയ്ത് പോകുന്ന കണ്ടു. പക്ഷേ ഐ ഫെൽ ലൈക്ക് മാക്സ് കുറച്ച് അണ്ടർ ഡെലിവർ ആണ് ചെയ്ത് കണക്കാണ് മൊത്തത്തിൽ ക്വാളിഫൈ നോക്കുകയാണെങ്കിൽ. ബട്ട് P4 നിന്ന് നല്ലൊരു പോഡിയം ഫൈറ്റ് മാക്സിൻ്റെ സൈഡിൽ നാളെ ഉണ്ടായിരിക്കും. അങ്ങനെ ഹൾക്കൻബർഗ് Q3 എത്തി എ ഗുഡ് റൺ ഫ്രം ഹിം ആൻഡ് അഗെയിൻ Q3 വീണ്ടും ആർവിഡ് വന്നിട്ടുണ്ട് ആൻഡ് ഹീസ് പെർഫോമിംഗ് സോ വെൽ. പക്ഷേ ഇതൊന്നുമല്ല ആസ്റ്റൺ മാർട്ടിൻ ഇൻ Q2. അതായിരുന്നു ക്വാളിഫയിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫോർ മീ ആൻഡ് ദ ന്യൂ മാജിക് ഈ സ്റ്റാർട്ടിംഗ് ടു വർക്ക് ഔട്ട് ഗൈസ്. സ്ട്രേറ്റുകളിൽ ഇപ്പോഴും ആസ്റ്റൺ മാർട്ടിൻ ലാഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഞ്ചിൻ സൈഡിൽ നിന്ന് വരേണ്ട അപ്ഗ്രേഡ് ആണ്. അത് പിന്നീട് വരത്തുള്ളൂ. ബട്ട് ദിസ് പ്രോഗ്രസ് ഈസ് സോ ഗുഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദം. സോ നാളെ ടേൺ 1-ലും 2-ലും ആയിട്ട് ആര് ഫ്രണ്ടിൽ എത്തുന്നു അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കാണും റേസിൽ. പക്ഷേ ഹംഗാരോറിങ്ങിൻ്റെ ട്രാക്ക് എവല്യൂഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ പിറ്റ് സ്ട്രാറ്റജി ആൻഡ് ടൈം മാനേജ്മെന്റ് വിൽ പ്ലേ എ ബിഗ് റോൾ ഇൻ ടുമാറോസ് റേസ്. സോ പ്രെഡിക്റ്റ് യുവർ റേസ് വിന്നർ ആൻഡ് ഫോളോ ഫോർ മോർ ഫൺ കണ്ടന്റ്.